Okay, so previous വീഡിയോയിൽ നമ്മൾ ഡബ്ല്യു എ പി സർവീസ് മോഡൽ പഠിച്ചു എന്നുവെച്ചാൽ ഡബ്ല്യു എ പി എന്ന് പറയുന്ന മോഡൽ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിവൈസസിന് സർവീസ് പ്രൊവൈഡ് ചെയ്യും എന്ന് നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡബ്ല്യു എ പി ഇസ് ഡിസൈൻ ടു മീറ്റ് ദ ഫോളോയിങ് റിക്വയർമെൻറ്റ്. എന്തൊക്കെ റിക്വയർമെൻ്റ് ആണ് ഡബ്ല്യു എ പി പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻ്ററോപ്പറബിലിറ്റി means any WAP enabled mobile device is able to communicate with any network supporting WAP. WAP സപ്പോർട്ട് ചെയ്യുന്ന ഏത് ഡിവൈസുകളും എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അതാണ് ഇൻ്ററോപ്പറബിലിറ്റി. സ്കെയിലബിലിറ്റി മീൻസ് പ്രോട്ടോകോൾസ് ആൻഡ് സർവീസസ് ഷുഡ് സ്കെയിൽ വിത്ത് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. മീൻസ് കസ്റ്റമേഴ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ പ്രോട്ടോക്കോളും സ്കെയിലബിളാണ്. ഇറ്റ് അലോസ് ദ പേഴ്സണലൈസേഷൻ ഓഫ് സർവീസ് ഇൻ അക്കോർഡൻസ് വിത്ത് യൂസർ നീഡ്. Efficiency means it provides quality of service according to the characteristics of wireless network. Quality of services എപ്പോഴും പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. Reliability means it provides a consistent and predictable platform for service deployment. Security എന്ന് പറഞ്ഞാൽ it ensures data integrity and provide protection to services and devices. Okay, so these are the design criteria. Means നമ്മളൊരു WAP devices WAP ഡിസൈൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സാധാരണ നമ്മളൊരു ഡെസ്ക്ടോപ്പിനെ നമ്മൾ നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ HTML പേജായിട്ടായിരിക്കും പേജസ് ട്രാൻസ്ഫർ. ഇപ്പം നമ്മൾ പറയുന്നു www.google.com എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ആക്ച്വലി എന്താണ് വരുന്നത്? ആക്ച്വലി ഗൂഗിളിൻ്റെ HTML പേജായിരിക്കും നമ്മുടെ സിസ്റ്റത്തിലോട്ട് ലോഡ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് WAP എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോട്ടോകോൾ സ്റ്റാക്ക് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ദ മൊബൈൽ ഡിവൈസസ് ഫോർ ഇൻ്റർനെറ്റ് കണക്ഷൻ. ഓക്കെ, അപ്പം അവിടെ സ്മോൾ ഡിവൈസസിനകത്ത് ഈ HTML പേജ് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സംവാട്ട് വെരി ഡിഫിക്കൽട്ട്. ആ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വയർലെസ് മാക്കപ്പ് ലാംഗ്വേജ് ഓർ WML. ഓക്കെ, സോ വെബ് പേജ് ക്രിയേറ്റഡ് ഡ്യൂറിങ് using HTML are intended to be displayed in the machines with larger screen such as desktop computer and laptops. HTML page not suitable for use in mobile devices with limited process power and screen. Like HTML, WML is a tagged language. ഓക്കെ, അപ്പം HTML എന്ന് പറയുന്നത് മൊബൈൽ ഡിവൈസസിന് ഒരിക്കലും സ്യൂട്ടബിൾ അല്ല. അപ്പോൾ ആ കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്യും? WML എന്ന് പറയുന്നത് അനദർ വയർലെസ് മാർക്കപ്പ് ലാംഗ്വേജ്. അതും എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ടാഗ്ഡ് ലാംഗ്വേജ്. WML adopt a DEC and card metamorph. Each WML document is made up of multiple cards and cards are grouped into DECs. Okay, ഓരോ WML ഡോക്യുമെൻറ്റിനെയും നമ്മളൊരു ആയിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ പല പല കാർഡ്സ് ചേർന്ന് നമ്മളതിനെ ഒരു ഗ്രൂപ്പ് ചെയ്തൊരു ഡെക്ക് ആക്കി മാറ്റും. In order to save bandwidth in a wireless network, WML pages can be encoded in a binary format before transmission. Okay, അപ്പം ബാൻഡ് വിഡ്ത്ത് സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് ഈ WML ലാംഗ്വേജിനെ അതേപോലെ ട്രാൻസ്ഫർ ചെയ്യാതെ അതിന് എൻകോഡഡ് ഫോമിലാക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഒരു WML ഡെക്ക്. അതിനകത്ത് WMLൻ്റെ ഫസ്റ്റ് കാർഡ്, അടുത്ത സെക്കൻഡ് കാർഡ്, അങ്ങനെ പല പല കാർഡ്സ്. ഈ കാർഡ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കോഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, WML കാർഡിൻ്റെ ID എന്ന് പറഞ്ഞാൽ ടോപ്പിൽ കാർഡ് ID കാർഡ് 1, ടൈറ്റിൽ എന്ന് പറയുന്നത് ഇതാണ് കാർഡ് 1. ടൈറ്റിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് കാർഡ്. ദിസ് ഇസ് ദ കാർഡ് 1 അതിൻ്റെ ടൈറ്റിൽ ഫസ്റ്റ് കാർഡ്. ദെൻ അതിൻ്റെ അകത്തുള്ള പാരഗ്രാഫ് എന്ന് പറയുന്നത് P എന്ന് കാണിച്ചിരുന്ന പാരഗ്രാഫാണ്. ഹലോ വേൾഡ്. ആ പാരഗ്രാഫ് തീർന്നതിന് /P, കാർഡ് കംപ്ലീറ്റ് ചെയ്തതിന് /കാർഡ്. അടുത്ത കാർഡ് 2, ദാറ്റ് ഇസ് ദി സെക്കൻഡ് കാർഡ്. അതിൻ്റെ ടൈറ്റിൽ P WAPS1, അതിൻ്റെ പാരഗ്രാഫ് തീർന്നു, കാർഡ് തീർന്നു, WML. ഓക്കെ, നെക്സ്റ്റ് ഇസ് WML സ്ക്രിപ്റ്റ്. WML script is a scripting language which complements WML. WML script is designed to work well in a wireless environment like WML. Okay, WML പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വയർലെസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് WML സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ്സ് റിട്ടേൺ ഇൻ WML സ്ക്രിപ്റ്റ് ക്യാൻ ബി കമ്പൈൽഡ് ഇൻ ടു ബൈറ്റ് കോഡ് ഫോർ എഫിഷ്യൻറ്റ് ട്രാൻസ്ഫർ ഓവർ വയർലെസ് നെറ്റ്വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ നമ്മൾ നമ്മൾ ബൈനറി കോഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ബാൻഡ് വിഡ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. Moreover, the WML script bytecode interpreter is compact in size, which allow efficient execution of scripts with less memory and processor. അപ്പം ഈ ഒരു WML സ്ക്രിപ്റ്റ് ബൈറ്റ് കോഡ് അതിനെ നമുക്ക് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യണ്ടേ, അതിന് നമ്മൾ ഇൻ്റർപ്രറ്റേഴ്സ് ആയിരിക്കും യൂസ്. ആ ഇൻ്റർപ്രറ്റർ എന്നൊക്കെ പറയുന്നതും എന്താണ്, വളരെ സ്മോൾ ഇൻ സൈസാണ്, നമുക്ക് ലോ പവർഡ് ഡിവൈസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഉള്ളൂ. ഓക്കെ,
നെക്സ്റ്റ് ഇസ് WAP സിസ്റ്റം ആർക്കിടെക്ചർ. WAP system architecture is based on WWW client server architecture of the internet. നമ്മൾ സാധാരണ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ആ ഒരു മോഡലിൽ തന്നെയാണ് നമ്മൾ WAP ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെയിൻലി 3 കമ്പോണൻസ് ആണ് WAP സിസ്റ്റം ആർക്കിടെക്ചറിനകത്തുള്ളത്. ഫസ്റ്റ് വൺ ഇസ് എ ക്ലയൻറ്റ്, സെക്കൻഡ് വൺ ഇസ് എ ഗേറ്റ് സെർവർ ആൻഡ് തേർഡ് വൺ ഇസ് എ ഗേറ്റ് വേ. ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ WML ബ്രൗസർ ദാറ്റ് എ വെബ് വയർലെസ് ഡിവൈസ്. ഇറ്റ് ഈസ് ദ WML ബ്രൗസർ ഇൻ എ വയർലെസ് ഡിവൈസ്. നമ്മുടെ വയർലെസ് ഡിവൈസിലുള്ള നമ്മുടെ ബ്രൗസറിനെയാണ് നമ്മൾ ക്ലയൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇഷ്യൂ WAP റിക്വസ്റ്റ് ടു ദി സെർവർ. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ബ്രൗസർ വഴി നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് സെർവറിൽ കൊടുക്കും. സെർവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻറ്റിറ്റി വിച്ച് പ്രൊവൈഡ് സർവീസസ് ആൻഡ് വെയർ റിസോഴ്സസ് ആർ ലൊക്കേറ്റഡ്. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റിന് വേണ്ടുന്ന സർവീസസും റിസോഴ്സസും ഒക്കെ കൊടുക്കുന്നതാണ് സെർവർ എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി ആൻ ഓർഡിനറി ഇൻ്റർനെറ്റ് ബേസ്ഡ് സെർവർ. ഒന്നുകിൽ അതൊരു ഓർഡിനറി ഇൻ്റർനെറ്റ് ആകാം, അല്ലെങ്കിൽ WAP ബേസ്ഡ് ഇൻ്റർനെറ്റും ആകാം. ഗേറ്റ് വേ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് പ്രോട്ടോകോൾ കൺവേർഷൻ ബിറ്റ്വീൻ ദ WWW പ്രോട്ടോകോൾ സ്റ്റാക്ക് ആൻഡ് WAP പ്രോട്ടോകോൾ സ്റ്റാക്ക് ബൈ യൂസിങ് കണ്ടന്റ് എൻകോഡർ ആൻഡ് ഡീകോഡർ. മീൻസ് എന്ന് വെച്ചാൽ ഞാനിപ്പം എൻ്റെ മൊബൈൽ ഡിവൈസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ആക്ച്വലി WAP പ്രോട്ടോകോൾ സ്റ്റാക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എൻ്റെ സെർവർ നിങ്ങൾ കൺസിഡർ ചെയ്യുക. സെർവർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇപ്പോൾ ഡെസ്ക്ടോപ്പിലായിരിക്കും എൻ്റെ സെർവർ ഉള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ അവിടെ WML അല്ല, അവിടെ പകരം എന്താണ് WWW മീൻസ് എന്താണ് ആ ഒരു പ്രോട്ടോകോൾ WWW പ്രോട്ടോകോൾ സ്റ്റാക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്, ക്ലയൻറ്റിൽ യൂസ് ചെയ്തേക്കുന്ന WML പ്രോട്ടോകോൾ സ്റ്റാക്ക് അല്ലെങ്കിൽ WAP വയർലെസ് ആക്സസ് പ്രോട്ടോക്കോളും മറ്റേടത്ത് യൂസ് ചെയ്തേക്കുന്ന WWW പ്രോട്ടോകോൾ സ്റ്റാക്ക്. അപ്പം ഇവർ തമ്മിൽ ഒരാൾ WML ലാംഗ്വേജും ഒരാൾ WML ദാറ്റ് ഇസ് വയർലെസ് മാർക്കപ്പ് ലാംഗ്വേജും മറ്റേയാൾ HTML ലാംഗ്വേജും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൺവേർഷനും എൻകോഡിങ് ഡീകോഡിങ് ടേക്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗേറ്റ് വേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ 3 കമ്പോണൻസ്. ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ തന്നെ നമ്മുടെ വെബ് ബ്രൗസറിനെയാണ് നമ്മൾ ക്ലയൻറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. സെർവർ എന്ന് പറയുന്നത് ഈ ക്ലയൻറ്റിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെ നമ്മൾ സെർവർ എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്താണ് പ്രോട്ടോകോൾ WWW ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സ്റ്റാക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വയർലെസ് പ്രോട്ടോകോൾ സ്റ്റാക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഗേറ്റ് വേ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഈ 2 പ്രോട്ടോകോൾ സ്റ്റാക്കിൽ തമ്മിൽ കോൺവെർസേഷൻസ് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗേറ്റ് വേസ് യൂസ് ചെയ്യുന്നത്. എ മൊബൈൽ യൂസർ ക്യാൻ ആക്സസ് ടു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡഡ് ബൈ എ ഓർഡിനറി സെർവർ ഓർ എ WAP കേപ്പബിൾ സെർവർ. ഒരു മൊബൈൽ ഡിവൈസസിന് ഒന്നെങ്കിൽ ഓർഡിനറി നെറ്റ്വർക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ WAP കേപ്പബിൾ സർവീസിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇഫ് ദ സെർവർ ഈസ് WAP കേപ്പബിൾ ദെൻ ഇറ്റ് ക്യാൻ ഡയറക്റ്റ്ലി ജനറേറ്റ് WML ലാംഗ്വേജ്. നമ്മുടെ എന്തായാലും ക്ലയൻറ്റ് എന്ന് പറയുന്നത് മൊബൈൽ ഡിവൈസാണ്, WML വെച്ചിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. നമ്മുടെ സെർവർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് എന്താകാം, എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഓർഡിനറി ഇൻ്റർനെറ്റ് ആക്കാം. അങ്ങനെയാണെങ്കിൽ അവർ HTML ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ WAP എനേബിൾഡ് ആക്കാം. അങ്ങനെയാണെങ്കിൽ അവർ WML ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇഫ് ദ സെർവർ എന്ന് പറഞ്ഞാൽ WAP കേപ്പബിൾ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഡയറക്റ്റ്ലി WML കണ്ടൻറ്റ് തന്നെ ആയിരിക്കും ക്ലയൻറ്റിലോട്ട് കൊടുക്കുന്നത്. ദ WML കണ്ടൻറ്റ് വിൽ ദെൻ സെൻഡ് ടു WAP ഗേറ്റ്വേ യൂസിങ് HTTP. അപ്പോൾ ഒരു WML റിക്വസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, സെർവറിന് കൊടുത്തു. സെർവറും WML തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് തിരിച്ച് ഗേറ്റ്വേ കൊടുക്കും. ഗേറ്റ്വേ അതെന്ത് ചെയ്യും, ഗേറ്റ്വേ അത് ക്ലയൻറ്റിലോട്ട് പാസ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ദ WAP ഗേറ്റ്വേ വിൽ കൺവേർട്ട് ദ WML കണ്ടൻറ്റ് ഇൻറ്റു ബൈനറി ഫോം ആൻഡ് ദെൻ ട്രാൻസ്മിറ്റ് ടു ദ മൊബൈൽ യൂസിങ് WAP പ്രോട്ടോകോൾ. ഓക്കെ, അപ്പോൾ സെർവറും WML ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, ദ സെർവർ വിൽ സെൻഡ് ദാറ്റ് റെസ്പോൺസ് ടു ഗേറ്റ്വേ ദെൻ വിൽ കൺവേർട്ട് ഇറ്റ് ഇൻറ്റു ബൈനറി കോഡഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യും, ക്ലയൻറ്റിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇഫ് ബോത്ത് ഓഫ് ദം ആർ യൂസിങ് WAP പ്രോട്ടോകോൾ സ്റ്റാക്ക്. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. ഇത് ക്ലയൻറ്റ്, ഇത് സെർവർ, ഇൻ ബിറ്റ്വീൻ എന്താണ് റെസ്പോൺസ്. അപ്പോൾ എൻകോഡ് ചെയ്ത റിക്വസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നു, ആ റിക്വസ്റ്റ് ഇവിടെ എത്തുന്നു, റെസ്പോൺസ് തിരിച്ചു കൊടുക്കുന്നു, അതിനെ എൻകോഡഡ് ഫോമിലോട്ട് ഡിവൈസിൽ തിരിച്ചെടുക്കുന്നു. ഓക്കെ, നമ്മുടെ ഡിവൈസ് എന്ന് പറയുന്നത് ലോ പവേർഡ് മെമ്മറി യൂണിറ്റ് ഒക്കെ ഉള്ള ഡിവൈസ് ആയതുകൊണ്ടാണ് ഇവിടെ എൻകോഡഡ് ഫോമിലും എൻകോഡഡ് ഇതിലും ഇരിക്കുന്നത്. ഓക്കെ, ഇനി കൺസിഡർ ചെയ്യുക നമ്മുടെ ഡിവൈസ് മൊബൈൽ ഫോണും എന്നാൽ
ഇവിടെ 3 സെർവേഴ്സ് ഉണ്ടെന്ന് കൺസിഡർ. ഇതെന്ന് പറയുന്നത് WAP എനേബിൾഡ് സെർവറാണ്, മറ്റേ രണ്ടും ഓർഡിനറി സെർവറാണ്. അപ്പോൾ എന്തായാലും മൊബൈൽ ഡിവൈസ് ജനറേറ്റ് ചെയ്യുന്ന റിക്വസ്റ്റ് എന്ന് പറയുന്നത് ബൈനറി WML, അതാണ് എൻകോഡഡ് റിക്വസ്റ്റാണ്. ബൈനറി നമ്മൾ WMLനെ ബൈനറി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത്, ദാറ്റ് ഈസ് ബൈനറി WML റിക്വസ്റ്റ് എന്ത് ചെയ്യുന്നു, ഗേറ്റ് വേ വഴി പല സെർവറിലോട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു ഗേറ്റ് വേ വഴി ഇത് WAP എനേബിൾഡ് തന്നെയാണ്. അപ്പോൾ ഈ WML റിക്വസ്റ്റ് അതേ കണക്ക് HTTP വഴി പോകും. പക്ഷേ ഇവിടെ ഈ കേസിൽ എന്താണ്, ഓർഡിനറി സെർവറാണ്. അപ്പോൾ ഓർഡിനറി സെർവറിന് ഒരിക്കലും WML ലാംഗ്വേജ് മനസ്സിലാകില്ല, അവർക്ക് പകരം HTML മെസ്സേജ് ആയിരിക്കും മനസ്സിലാകുന്നത്. സോ ഈ ഗേറ്റ് വേസ് അവരെ എന്ത് ചെയ്യും, അവരെ ഇവർ HTML ആ WML അതേ കണക്ക് ഇവിടെ ഒരു ഫിൽറ്ററിലോട്ട് സെൻഡ് ചെയ്യും. ഈ ഫിൽറ്റർ എന്ത് ചെയ്യും, ആ WMLനെ HTMLലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ HTML ആയിരിക്കും ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. തിരിച്ചതേപോലെ സർവീസും HTML ആയിട്ടായിരിക്കും വരുന്നത്. HTML ഒരിക്കലും നമ്മുടെ മൊബൈൽ ഡിവൈസിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ആ HTML നമ്മളിവിടെ ഫിൽറ്റർ ചെയ്ത് തിരിച്ച് WML ആക്കിയിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ ഗേറ്റ് വേ എന്ന് പറയുന്നത് ആക്ച്വലി WML പാസ് ചെയ്യാനുള്ള ഗേറ്റ് വേ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഗേറ്റ് വേ വിത്ത് HTML ഫിൽറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫിൽറ്ററിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഓർഡിനറി നമ്മുടെ മൊബൈൽ ഡിവൈസ് ഒരു ബൈനറി WML റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഗേറ്റ് വേയിലോട്ട് വന്നു. ഗേറ്റ് വേ എന്ന് പറയുന്നത് എന്താണ്, HTML ഫിൽറ്ററുള്ള ഗേറ്റ് വേ ആണ്. നമ്മളിവിടെ ഓർഡിനറി സെർവറിലോട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ അവർക്ക് HTML മാത്രമേ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, HTMLലോട്ട് കൺവേർട്ട് ചെയ്തു ഇങ്ങോട്ട് സെൻഡ് ചെയ്യും. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ആർക്കിടെക്ചറാണ്, വളരെ സിമ്പിളാണ്. So when the mobile user needs to access to an ordinary server which generates only HTML page, the generated HTML page will go through the HTML filter first. The function of the HTML filter is to strip away content that is not suitable for presenting in the mobile device, then convert the HTML code into WML. The HTML filter can be co-located with WAP gateway or located in another location. If it is located in another location, it will be sent the filter WML content to WAP gateway using HTTP. നമ്മൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞ ഡയഗ്രാം തന്നെയാണ്, ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം. നെക്സ്റ്റ് WAP പ്രോട്ടോകോൾ സ്റ്റാക്ക്.